ഉള്ള സാന്ത്വനത്തിലെ ലൊക്കേഷനിലാണ്. അതാണ് ഈ സിന്ദൂരും താലിയൊക്കെ കല്യാണം കഴിഞ്ഞാലും തെറ്റിദ്ധരിക്കരുത്. ഇല്ല സീരിയലിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പം ലൈഫൊക്കെ? ഷൂട്ടൊക്കെ ഇപ്പം ഷൂട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം സാന്ത്വനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പഠിക്കുന്നുണ്ട്. ക്ലാസ്സും തൊട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇപ്പം സീരിയലിലോട്ട്? ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഷ്യനെറ്റിൽ നിന്ന് അമ്മ അറിയാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൊന്നൊരു 3 വർഷത്തോളം അത് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഹൃദയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം നമ്മുടെ സാന്ത്വനത്തിൽ. ഓക്കെ. ഇതിപ്പം വേറൊരു ക്യാരക്ടറിന്റെ റീപ്ലേസ്മെന്റ് ആണ്. എത്ര നാളായി ഇപ്പം ഇതിലോട്ട് ഇപ്പം റീപ്ലേസ്മെന്റ്? സെക്കൻഡ് ഷെഡ്യൂൾ ആണ്. ഐ തിങ്ക് ഒരു 1 month ആയിട്ടേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് ഞാൻ ഫസ്റ്റ് ടൈം റീപ്ലേസ്മെന്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അറിയാലോ പെട്ടെന്ന് ആരും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കുറച്ച് പാടാണ്. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് കുറെ പേര് നല്ല നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ പോസിറ്റീവ് അപ്പൊ ഈ റീപ്ലേസ്മെന്റ് ഇത് വന്നപ്പോ നേരത്തെ ഈ ക്യാരക്ടറിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു സീരിയൽ? നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സാന്ത്വനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലായിരുന്നു. പിന്നെ ഇതിന്റെ തമിഴ് വേർഷൻ ഉണ്ട്, പാണ്ഡ്യൻ സ്റ്റോഴ്സ്. അതും ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ടാ വന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു. മീൻസ് എനിക്കൊന്നും എന്താണെന്നൊന്നും അറിയാനൊരു ടൈം കിട്ടിയില്ല. പെട്ടെന്നാണ് വിളിച്ചിട്ടെല്ലാം സെറ്റായി. അപ്പം പാർവതി കുറെ പേർക്ക് ഇപ്പൊ സീരിയലിൽ കൂടെ അറിയാമെങ്കിലും പണ്ട് തൊട്ടേ ഒത്തിരി ആൽബം സോങ്ങിലും ഈ സീരിയലിന് വരുന്നതിന് ചെറുപ്പം തൊട്ടുള്ള ഒരു പാറുവിന്റെ ക്യാരക്ടർ എല്ലാവർക്കും ഒരു മൈൻഡിലുണ്ട്. അത് ആരെങ്കിലും പറയാറുണ്ടോ പണ്ട് പാറുവിന്റെ ഒരു ആൽബം സോങ്സും കാര്യങ്ങളും? കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു അയ്യപ്പന്റെ ആൽബത്തിലൂടെയായിരുന്നു. ഫസ്റ്റ് എന്റെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അത് ഞാൻ തോന്നുന്നു UKG കണ്ട പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഓർമ്മയില്ല, ഒരു അയ്യപ്പന്റെ ആൽബം ആയിരുന്നു. UKG ആ ടൈമാണ് ഒരു അയ്യപ്പന്റെ ആൽബം. അതും ആക്ച്വലി ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. കാരണം അതിനു വേണ്ടി പോയതല്ല, ജസ്റ്റ് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ആൽബം ഷൂട്ടായിരുന്നു. കാണാനായിട്ട് പോയപ്പോഴാ വെറുതെ ആ ചേട്ടൻ ചോദിച്ചു മോളും കൂടെ നിൽക്കണമെന്ന് ചോദിച്ചു വെറുതെ കയറിയതാണ്. പക്ഷെ എന്തോ അതിനുശേഷം പിന്നെ നമ്മള് ദൈവത്തിൻ്റെതായിരിക്കും ഫുള്ള് ദൈവത്തിന്റെ ഒത്തിരി ഒരുപാട് ആൽബം സോങ്സ് ചെയ്തിട്ടുള്ള അയ്യപ്പന്റെ ആൽബം. പിന്നെ ദേവിയുടെ കൂടുതലും അയ്യപ്പന്റെ ആൽബം ആയിരുന്നു. ഫസ്റ്റ് അയ്യപ്പന്റെ തുടക്കം അയ്യപ്പൻ. അതിനുശേഷം പിന്നെ ഏതൊക്കെയായിരുന്നു? ഒത്തിരി അപ്പോഴൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അമ്പലത്തിലിടുന്ന പാട്ട് TV-യിൽ വരുമായിരുന്നു ചെറുതില്. പിന്നെ അതിനുശേഷം ഞാൻ പട്ടണത്തിൽ ഭൂതം സിനിമ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ പറയാൻ മറന്നത് ബിജു മേനോൻ സാറിന്റെ മോളായിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചത് എനിക്ക് ഓർമ്മയില്ല, ആ ടൈമിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പട്ടണത്തിൽ ഭൂതം. അതിൽ ആ ചെറുപ്പത്തിലൊരു ക്യാരക്ടറില് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിൽ ആ സീൻ കാണുമ്പോൾ ഒരു വിഷമമുള്ള ഒരു സീനുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഒത്തിരി വർഷമായല്ലേ? ഒത്തിരി വർഷമായി. ആ സിനിമ കാണുമ്പോ ഞാനും പണ്ട് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് വിഷമം വരും. ഒരു കൊച്ചുകുട്ടിയെ റോപ്പിൽ കൂടെ നടക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയത്. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സത്യം പറയാൻ എനിക്ക് കറക്റ്റ് ഇത് ഓർമ്മയില്ല. കാരണം എനിക്കൊന്നൊരു 15 വർഷമെങ്കിലും ആയിക്കാണോ ആ സിനിമ. 15 വർഷം എന്തായാലും ആയിക്കാണോ. അപ്പോ മീൻസ് ഫസ്റ്റ് ഞാനല്ല ചെയ്തത്, വേറൊരു കുട്ടിയാണ് ചെയ്തത്. പക്ഷെ അതെന്തോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛനോട് ഫസ്റ്റ് പോയി പെർമിഷൻ ചോദിച്ചു. കാരണം ഫുൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും അന്ന് കൊച്ചല്ലേ. അപ്പൊ ആ ഒരു കാരണം ഫസ്റ്റ് അച്ഛനോട് പോയി ചോദിച്ചപ്പോ അച്ഛന് ആദ്യം ഒരു പേടിയായിരുന്നു. മീൻസ് അറിയത്തില്ലല്ലോ. പിന്നെ അവര് പറഞ്ഞില്ല ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഫുൾ സേഫ്റ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നടത്തിച്ചു നോക്കി. പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ഈ ഒരു സീൻ ഉള്ളപ്പം ഇങ്ങനെ നടക്കാൻ പറഞ്ഞ സമയത്ത്? പെട്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കൊച്ചല്ല, അപ്പൊ അന്നൊന്നും നേരത്തെ പറഞ്ഞൊന്നും തരത്തില്ല സീൻസ് ഒന്നും. അപ്പോഴേ ഇങ്ങനെ ഈ ഒരു സീക്വൻസ് പറഞ്ഞു തന്നത്. ഇതിന്റെ കൂടെ വേറൊരെണ്ണം ഉണ്ട്, പക്ഷെ അതെനിക്കൊന്ന് മൂവിയിൽ വന്നിട്ടില്ല. ഇതുപോലെ ശരിക്കും ആ ഒരു സർക്കസ് പോലെ കാണിക്കുന്നതുണ്ട്. പക്ഷെ അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല പക്ഷേ ആക്ച്വലി അതാണ് ഒരുപാട് പേര്, കാരണം ഒത്തിരി കുട്ടികൾ ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്നാലും ആ ഒരു സീക്വൻസ് ആണ് എന്നെ ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്ത ഒരു സീൻ. ഈ സീൻ ലാസ്റ്റ് വീണോ? ലാസ്റ്റ് വീഴുന്നതായിട്ടാണ് നടന്നുകൊണ്ടിരുന്നപ്പോ വീണു സീനിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞായിരുന്നു മോൾ ഇങ്ങനെ നടക്കുമ്പോ വീഴണം. ഒരു പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഫുൾ മീൻസ് സത്യം ഓർമ്മയില്ല. പക്ഷെ കണ്ട ആൾക്കാർ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു. ഫുൾ ടെൻഷൻ അടിച്ചിട്ട് അച്ഛന് ഭയങ്കര ഇതൊക്കെയായിരുന്നു. പക്ഷെ ഫുൾ റോപ്പിട്ട് നമ്മൾ വീഴുമ്പോഴാണെങ്കിലും ഭയങ്കര സ്ലോ മോ ആയിട്ടാ വീഴുന്നേ. പക്ഷെ നമ്മള് മൂവിയിൽ കാണിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ ഇതായിട്ട് ചെയ്യുന്നത്.